Hi everyone, this is Rinsi from Groww Malayalam channel. രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ IKEAയിൽ പോകുന്നതാവും. ബട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ കുറേ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കാർട്ട് ഫുൾ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയല്ലേ മിക്കപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പം ഈ ഇടയ്ക്ക് ഞാൻ IKEAയിൽ പോയപ്പോൾ ഞാൻ ഈ പ്രൊഡക്ട്സിന്റെ പുറകിലുള്ള ബ്രാൻഡ്സ് അതുപോലെ ബ്രെയിനിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിരുന്നു പോയി. IKEA സ്വീഡൻ എന്നുള്ളതാണ്. സോ ഞാൻ ഓർത്തു മോസ്റ്റ്ലി യൂറോപ്യൻ ബ്രാൻഡ്സ് ആയിരിക്കും എന്ന്. പക്ഷേ ഇവിടെ ഞാൻ ഇന്ത്യൻ ബ്രാൻഡ്സും കണ്ടു. അപ്പോൾ പ്രത്യേക ഷോക്ക് ടെക്നോളജി ഉപയോഗിച്ച് കോട്ട് സിങ്കുകൾ നിർമ്മിക്കുന്ന ഏഷ്യയിൽ ഇവർ മാത്രമാണ്. അപ്പോൾ ഷോക്ക് ടെക്നോളജി ഉപയോഗിക്കാനുള്ള ലൈസൻസ് വെറും 4 കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് പറയുന്നത് കാരിസിൽ ലിമിറ്റഡിനെ കുറിച്ചാണ്. 2022 വരെ ഇത് അറിയപ്പെട്ടിരുന്നത് അക്രിസിൽ ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവോ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് മാറിയതെന്നുള്ളത്? അതായത് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പേരിലേക്ക് കമ്പനി റീബ്രാൻഡ് ചെയ്തതാണ്. അപ്പോൾ കാരിസിൽ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇത്. അപ്പോൾ മുന്നോട്ടേക്ക് പോകും മുമ്പ് ഞാൻ ഗ്ലോബൽ കിച്ചൺ സിങ്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്ന് റിവ്യൂ ചെയ്യാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരിസിൽ ലിമിറ്റഡ് എന്തുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റിൽ വലിയൊരു പ്ലെയർ ആയതെന്നുള്ളത്. 2022 പ്രകാരം ഈ ഒരു മാർക്കറ്റിന്റെ വാല്യൂഷൻ വരുന്നത് $3.2 ബില്യൺ ആണ്. 2030 ആകുമ്പോഴേക്കും $4.5 ബില്യൺ ആകുമെന്നാണ് പറയുന്നത്. അതായത് 2023 മുതൽ 30 വരെ നോക്കുകയാണെങ്കിൽ 3.87% CAGR. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അറൌണ്ട് 8 മുതൽ 9 കോടി സിങ്കുകൾ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഷോക്ക് ടെക്നോളജി വെച്ചുണ്ടാക്കിയ 70 ലക്ഷം യൂണിറ്റുകൾ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കോട്ട് സിങ്സിന് മാത്രം 25% CAGR ഉണ്ട്. ഇനി ഇന്ത്യനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 2027 ആകുമ്പോഴേക്കും കോട്ട് സിങ്ക് മാർക്കറ്റ് അറൌണ്ട് $300 മില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് പോപ്പുലർ ഓപ്ഷനായ സ്റ്റെയിൻലെസ് സിങ്ക് മാർക്കറ്റിന് അറൌണ്ട് $37 മില്യൺ ആണ്. അപ്പോൾ ഇവിടെയാണ് കാരിസിൽ അവരൊരു മേജർ പ്ലെയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. 1987 അശ്വിൻ എം പരേക്കാണ് ഈ ഒരു കമ്പനി സ്ഥാപിക്കുന്നത്. അപ്പോൾ ഷോക്ക് ആൻഡ് കമ്പനിയുമായി ഒരു ടെക്നിക്കൽ കൊളാബറേഷൻ ആയിട്ടാണ് ആദ്യം കോമ്പോസിറ്റ് കോട്ട് സിങ്കുകൾ അവർ മാനുഫാക്ചർ ചെയ്തത്. അപ്പോൾ കമ്പനിയുടെ മെയിൻ വരുമാനം എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 55-ലധികം രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ 2023 മൊത്തം വരുമാനത്തിന്റെ 78%. അപ്പോൾ ബാക്കി 22% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. ഇനി നമുക്ക് അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ 2011 കാരിസിൽ അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ കോട്ട് സിങ്കുകളിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തു. നിലവിൽ 2 മേജർ സെഗ്മെന്റ് കീഴിൽ പല റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ബാത്റൂം സെഗ്മെന്റ്. സ്റ്റേൺ ഹാഗൻ ജർമ്മനി എന്ന ബ്രാൻഡ് കീഴിലാണ് എല്ലാ ബാത്റൂം പ്രൊഡക്ട്സും ബ്രാൻഡ് ചെയ്തേക്കുന്നത്. ഇപ്പൊ കാരിസിലിന്റെ ഹോളി ഓൺ സബ്സിഡറി ആയ കാരിസിൽ GmbH ആണ് ഇത് ഓൺ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ലക്ഷറി എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടി 60-ലധികം ഷോറൂം പ്രൊഡക്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കിച്ചൺ സെഗ്മെന്റ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കാരിസിൽ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഒരേ ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ കോട്സ് കിച്ചൺ സിങ്കുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കുറച്ച് സെലക്ടഡ് ഗ്ലോബൽ മാനുഫാക്ചേഴ്സിൽ ഒരാളാണ്. അപ്പോൾ 4 പ്ലാന്റുകളോടെ 10 ലക്ഷം കോട്ട് കിച്ചൺ സിങ്കുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പൈൻഡ് ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. 2023 ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂലേക്ക് 52% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റ്. അതുപോലെ 2022 100% ഗ്രീൻ കോട്ട് സിങ്കുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആയ സ്പിനാച്ച്, സാൻഡിൽ, ടർമറിക്, ബീട്രൂട്ട് അതുപോലെ റീസൈക്കിൾ റെസിൻ വെച്ചിട്ട്. അപ്പോൾ അവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് മൊത്തം വരുമാനത്തിന് 11%. അപ്പോൾ അവർ കട്ടിംഗ് എഡ്ജ് ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലുകൾക്ക് മെറ്റാലിക് ഫിനിഷ് നൽകും. അപ്പോൾ സ്റ്റെയിൻലെസ് സിങ്കിൽ ഡിസൈനർ സിങ്സ് ആണ് ഫോക്കസ് ഏരിയ. അപ്പോൾ ഇതാണ് ഹൈ എൻഡ് മാർക്കറ്റ് സെഗ്മെന്റുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് അപ്ലയൻസസ്. അപ്പം ഈ ഒരു സെഗ്മെന്റ് മൊത്തം വരുമാനത്തിലേക്ക് 7.4% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാരിസിലിന് ഒരുപാട് റേഞ്ചുള്ള കിച്ചൺ അപ്ലയൻസസ് ഓഫർ ചെയ്യുന്നുണ്ട്. ചിമ്മിനീസ്, വൈൻ ചില്ലേഴ്സ്, ഡിഷ് വാഷേഴ്സ് തൊട്ട് കുക്ക് ടോപ്സ്, കുക്കിംഗ് റേഞ്ചസ്, ബിൽഡ് ഇൻ ഓവൻസ് അതുപോലെ തന്നെ മൈക്രോ ഓവൻസും. ഇനി കാരിസിലിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ കാരിസിൽ UK മാർക്കറ്റിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അക്വിസിഷൻ വഴി ഗ്ലോബൽ പ്രസൻസ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിൽമർ ടെക്നോളജി ലിമിറ്റഡിന്റെ 100% ഓണർഷിപ്പ് നിലവിൽ അറിയപ്പെടുന്ന കാരിസിൽ സർഫേസസ് ലിമിറ്റഡ് എന്നാണ്. ഹോംസ്റ്റൈൽ പ്രൊഡക്റ്റ് ലിമിറ്റഡിന്റെ ഫുൾ അക്വിസിഷൻ നിലവിൽ ടേം ചെയ്തേക്കുന്നത് കാരിസിൽ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ ടാപ്പ് ഫാക്ടറി ലിമിറ്റഡിൽ 70% സ്റ്റേക്ക് ഇപ്പം കാരിസിൽ ബ്രാസ്വെയർ ലിമിറ്റഡ് എന്നും. അപ്പോൾ ഇതുകൂടാതെ കമ്പനിക്ക് ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ് ആയിട്ട് അലയൻസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് USA, ഇസ്രായേൽ, ഡെൻമാർക്ക് അതുപോലെ തന്നെ ജർമ്മനി. അപ്പോൾ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. 2019 കാരിസിൽ റിനോഡ് ജർമ്മൻ ബ്രാൻഡായ ഗ്രോ ആയിട്ട് ഒരു പ്രധാനപ്പെട്ട എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്സ് കിച്ചൺ സിങ്സ് സപ്ലൈ ചെയ്യാൻ. 2021 കാരിസിൽ കോട്ട് സിങ്കുകൾ ഗ്ലോബലി റിനോഡ് ബ്രാൻഡായ IKEAയിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് വലിയൊരു മൈൽ സ്റ്റോൺ ആണ് അവർ അച്ചീവ് ചെയ്തത്. പിന്നീട് അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വഴി കാരിസിൽ IKEAയിലേക്കുള്ള കോട്സ് കിച്ചൺ സിങ്കുകൾ സപ്ലൈ ചെയ്യുന്നത് ഇരട്ടിയാക്കി. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം മോഡുലർ കിച്ചന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഇപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ലഭിച്ച വരുമാനം 132 കോടി രൂപയാണ്.
ഇനി അടുത്ത അവരുടെ ഡീലർ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2019 മുതൽ 23 വരെ 1500 മുതൽ 3200-ലധികം നാഷൻ വൈഡ്. അപ്പോൾ 82 ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, 5 ഒഫീഷ്യലിലേക്ക് 65 ഫ്രാഞ്ചൈസീസ് ഔട്ട്ലെറ്റ്സ്, അതുപോലെ 85 ഗാലറീസ് വഴി അവരുടെ പ്രസൻസ് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ജൂലൈ 2023 കാരിസിൽ സ്റ്റീൽ സിങ്കുകളുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെർ ഇയർ അവരുടെ കപ്പാസിറ്റി വരുന്ന 1,80,000 യൂണിറ്റിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്തിൽ ഭാവ്നഗറിൽ 43,379 സ്ക്വയർ മീറ്റർ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട് 9.07 കോടി രൂപയ്ക്ക്. അപ്പോൾ ഇത് ഫ്യൂച്ചർ എക്സ്പാൻഷനുള്ള സ്റ്റേജ് ഒരുക്കുവാണ്. ഇനി ഫൈനാൻഷ്യൽ 2024 ക്വാർട്ടർ 1 അതുപോലെ തന്നെ ഓവറോൾ ഫൈനാൻഷ്യൽ 2024 ഫൈനാൻഷ്യൽ പെർഫോമൻസ് റിവ്യൂ ചെയ്യാം. അപ്പോൾ ക്വാർട്ടർ 1 ഫൈനാൻഷ്യൽ 2024 ടോട്ടൽ ഇൻകം 143 കോടി രൂപയാണ്. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡൊമസ്റ്റിക് റവന്യൂ 31.6 കോടിയും അതേസമയത്ത് എക്സ്പോർട്ട് വരുമാനം 110.1 കോടി രൂപയും എത്തിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 12 കോടി രൂപയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാ ടാക്സും എക്സ്പെൻസും കുറച്ചതിന് ശേഷം പാരന്റ് കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് ആണ്. അപ്പം ഇതിൽ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി 2023 ഫൈനാൻഷ്യൽ പെർഫോമൻസ് മൊത്തം നോക്കുകയാണെങ്കിൽ കമ്പനി 593.89 കോടി റവന്യൂ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ഇയേഴ്സ് CAGR 18.74%. ഫൈനാൻഷ്യൽ 2023 എബിറ്റ വരുന്നത് 108.98 കോടിയാണ്. അപ്പോൾ ഇത് കാണിക്കുന്ന 5 ഇയേഴ്സ് CAGR 20.67%. അപ്പോൾ ഈ ഒരു വർഷം പാറ്റ് വരുന്നത് 52.83 കോടിയാണ്. അപ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യുന്ന 5 ഇയേഴ്സ് CAGR 24.74%. ഇനി നമുക്ക് സ്റ്റോക്ക് പ്രൈസ് അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഏകദേശം 19.91% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഡ് സിങ്കുകളുടെ മാർക്കറ്റിൽ ഒരു ഡോമിനന്റ് പൊസിഷനാണ് കാരിസിൽ ലിമിറ്റഡിനുള്ളത്. ഇപ്പോൾ ഡൊമസ്റ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്ക് മാർക്കറ്റ് നയിക്കുന്നത് അൺഓർഗനൈസ് സെക്ടേഴ്സ് ആണ്. അപ്പോൾ പ്രീമിയം സെഗ്മെന്റിൽ ഒരു സ്ട്രോങ് പ്രസൻസ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഗ്രോ, ഹോം ബേസ് അതുപോലെ തന്നെ IKEA പോലത്തെ ബ്രാൻഡ്സ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പം കഴിഞ്ഞ 3 വർഷത്തിൽ കാരിസിൽ കോഡ് സിങ്കുകളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഡബിൾ ആക്കിയിട്ടുണ്ട്. ആനുവലി ഇപ്പം 10 ലക്ഷം യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ റീച്ച് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എഡൽവൈസ് പ്രകാരം കാരിസിൽ കോഡ്സ് കിച്ചൺ സിങ്കുകൾ ലോകത്തെ ഏറ്റവും കോസ്റ്റ് എഫിഷ്യന്റ് മാനുഫാക്ചർ ആണ്. ഇപ്പോൾ യൂറോപ്പിലെ ചിലവുകൾ കൂടുന്നതനുസരിച്ച് കാരിസിലിനും കോമ്പറ്റേറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇനി വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കമ്പനി പറയുന്നത് US അതുപോലെ തന്നെ UK ഇൻഫ്ലേഷൻ കൂടുന്ന കാരണം കസ്റ്റമേഴ്സിന് അവരുടെ പണമൊക്കെ അവർ സൂക്ഷിച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സോ ഇത് കച്ചവടം കുറയ്ക്കാനൊക്കെ കാരണമാക്കുന്നുണ്ട്. അതേ സമയത്ത് യൂറോപ്പിലെ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അത് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല താനും. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിലെ ആദ്യത്തെ ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കമ്പനിനെ അനുസരിച്ച് ഈ ഒരു ഇടിവിന് കാരണം അവർ പുതിയ സോഫ്റ്റ്വെയർ സിസ്റ്റം SAP ഏപ്രിൽ 2023 മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ കാരിസിലിന്റെ ഗ്രോത്ത് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റുമായിട്ട് ക്ലോസ്ലി ടൈഡ് ആണ്. സോ റിയൽ എസ്റ്റേറ്റ് ഇടിഞ്ഞാൽ അത് കമ്പനിയുടെ ബിസിനസിനെ ബാധിക്കാം. ഇപ്പോൾ 2021 ഫൈനാൻഷ്യലിൽ നമ്മളിത് കണ്ടതാണ് COVID-19 സമയത്തൊക്കെ. സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ്സിനൊഴികെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം പ്രൊമോട്ടേഴ്സ് കമ്പനിയിൽ അറൌണ്ട് 43% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറന്റ് ചെയർമാൻ ചിരാഗ് പരേഖ് 32% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ FIS അതുപോലെ തന്നെ DIS അവരുടെ ഹോൾഡിംഗ് കൂട്ടിക്കൊണ്ട് അവരുടെ ഇൻട്രസ്റ്റ് കമ്പനിയിലേക്ക് കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അനാലിസിസ് അവസാനിക്കും മുമ്പ് ഞാൻ ക്രെഡിറ്റ് റേറ്റിംഗിനെ കുറിച്ചും കൂടി പറയാം. ഇപ്പോൾ ഡിസംബർ 2022 ഇക്ര വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ്. അപ്പോൾ ഷോർട്ട് ടേം ഡെറ്റിന് കമ്പനിക്ക് ഇക്ര A2 റേറ്റിംഗും അതുപോലെ ലോങ് ടേം ഡെറ്റിന് A റേറ്റിംഗും. അപ്പോൾ സിമ്പിൾ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് സ്കെയിലിൽ ലോ ആണ്. അപ്പോൾ ഇക്ര A റേറ്റിംഗിന്റെ സ്റ്റേബിൾ ഔട്ട്ലുക്ക് സജസ്റ്റ് ചെയ്യുന്ന കാരിസിലിൽ ഇക്രയുടെ കോൺഫിഡൻസ് ആണ്. സോ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാരിസിൽ ലിമിറ്റഡിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇവർ കിച്ചൺ അതുപോലെ ബാത്ത് സെഗ്മെന്റിൽ ഒരു ട്രെൻഡ് സെറ്റർ ആണ്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല 55-ലധികം രാജ്യങ്ങളിലും. അപ്പോൾ ഡൊമസ്റ്റിക് അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ പൊരുത്തപ്പെടലൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.